ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആയിരിക്കും ലോക എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് മലയാളത്തിൽ വേറെ സൂപ്പർ ഹീറോ യൂണിവേഴ്സുകളൊന്നുമില്ല. അതായത് മൾട്ടിപ്പിൾ സിനിമകൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സും ഇല്ല. ഈ പറയുന്ന മിന്നൽ മുരളി ആണെങ്കിലും അതൊരു സോളോ സിനിമയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഡിറ്റക്റ്റീവ് ജലിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊരു സൂപ്പർ ഹീറോ സിനിമയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രോപ്പർ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഒരു പ്രോപ്പർ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആയിരിക്കും ലോക വരുന്നത്. ഓണം റിലീസായിട്ടാണ് ഫസ്റ്റ് സിനിമ, അതായത് ചന്ദ്ര എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രെയിലർ കൊള്ളാം, നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് കാണിക്കുന്നു. അപ്പം അതിനകത്ത് കുറേയധികം VFX പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഡീസൻ്റ് ആണ്, നമുക്ക് ബോറടിക്കുന്നില്ല എന്ന രീതിയിലാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കല്യാണി പ്രിയദർശനാണ് ഇതിനകത്തെ ചന്ദ്ര എന്ന് പറയുന്ന ലീഡിങ് റോൾ, അതായത് ആ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ആ ഒരു റോള് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എങ്ങനെയായി തീരും എന്ന് നോ ഐഡിയ. പിന്നെ നെസ്ലിനുണ്ട്, ടൊവിനോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ട്രെയിലറിലൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ തമിഴിൽ നിന്നൊരു സാൻഡി മാസ്റ്റർ ഉണ്ട്. ഡൊമിനിക് അരുണാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ദുൽഖറാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായാലും ഓണം റിലീസായിട്ടാണ് ഈ സിനിമ വരുന്നത്. ട്രെയിലർ കണ്ട സമയത്ത്, ഫസ്റ്റ് ട്രെയിലർ കണ്ട സമയത്ത് ഒരു നൈസ് വൈബ് ഫീൽ ചെയ്തു. ഒരു നല്ല സിനിമയാകും എന്ന് നമുക്കൊരു ഹോപ്പ് തരുന്ന ഒരു ട്രെയിലറാണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ ഒരു വൻ സക്സസ് ആകുവാണെങ്കിൽ മാത്രമേ ഇനി വരാനായിട്ട്, അതൊരു യൂണിവേഴ്സ് ബിൽഡിംഗ് ആണ്. ആദ്യത്തെ സിനിമ തറക്കല്ലിടുന്നതേ പാളിപ്പോകാണ്ടിരുന്നാൽ കൊള്ളാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നൈസ് സാധനമായിരിക്കും. ഈ സിനിമ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല യൂണിവേഴ്സ് ഇവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും.